കഴിഞ്ഞ തവണ ആരിഫിൻ്റെ ഭൂരിപക്ഷം കേവലം 10,474 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ്. പരമ്പരാഗതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം UDFിനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ വലിയ നേട്ടം അവിടെ മുന്നോട്ട് പോക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതു പാളയങ്ങളിലടക്കം ശോഭ കാര്യമായി കയറിയിട്ടുണ്ട്. SNDP വോട്ടുകൾ, ധീവര വോട്ടുകൾ, ഇതെല്ലാം കാര്യമായി ശോഭാ സുരേന്ദ്രൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിം വോട്ടുകൾ സ്വന്തം പക്ഷത്ത് നിലനിർത്താൻ, ആരിഫിൽ നിന്ന് പിടിച്ചെടുക്കാൻ അവിടെ KC വേണുഗോപാലിന് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പരമ്പരാഗതമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFിനൊപ്പം നിൽക്കുക എന്ന സ്ട്രാറ്റജി തന്നെ ആലപ്പുഴയിൽ ഉണ്ടാകും. ശോഭയുടെ ഇമ്പാക്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശോഭ ഒരുപക്ഷെ രണ്ടാം സ്ഥാനത്തെത്തുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ വിലയിരുത്തലനുസരിച്ച് രണ്ടാമതെത്താൻ സാധ്യതയില്ല. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഒരുപക്ഷെ മൂന്നാം സ്ഥാനത്ത്, പക്ഷേ വളരെ അടുത്ത വോട്ടുകൾ, മൂന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നതാണ് പ്രവചനം.